ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതൊരു സർജറിയിലേക്കൊക്കെ പോകുന്നത് ഏത് ഘട്ടത്തിലായിരിക്കും? നമുക്ക് എൻഡോമെട്രിയൽ ക്യാൻസറിൻ്റെ പ്രധാന ചികിത്സയെ സർജറിയാണ്. അപ്പോൾ നമുക്ക് എല്ലാ പേഷ്യൻസിനും തന്നെ നമുക്ക് സർജറി ചെയ്യാൻ പറ്റുന്ന സ്റ്റേജ് ആണെങ്കിൽ സർജറി ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷം നമുക്ക് ആ ഒരു അസുഖത്തിൻ്റെ വ്യാപ്തി അനുസരിച്ച് കീമോതെറാപ്പിയോ റേഡിയേഷനോ ഒക്കെ വേണ്ടി വരാം. വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രം ചിലപ്പം നമുക്ക് ഇനീഷ്യലി സർജറി പറ്റണം എന്നില്ല. അങ്ങനെയുള്ളവർക്ക് കീമോതെറാപ്പിയോ റേഡിയേഷനോ കൊടുത്ത് അസുഖം ഒന്ന് ചുരുക്കിയതിന് ശേഷം സർജറി ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഒരു റിക്കവറിയും അത് മാത്രമല്ല പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ പേഷ്യൻസ് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പിന്നെയുള്ള ഒരു ലൈഫിൽ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ എല്ലാവരും അറിയേണ്ട ഒരു കാര്യം, നമ്മൾ എൻഡോമെട്രിയൽ ക്യാൻസർ മെജോറിറ്റി കേസിലും ടോട്ടലി ക്യൂറബിൾ ആണ്. അപ്പം നമ്മൾ സമയത്തിന് നമുക്ക് ബ്ലീഡിങ് കണ്ട് പേടിച്ച് വീട്ടിലിരിക്കാതെ കൊണ്ടുപോയി കണ്ടുപിടിച്ചാൽ, നമുക്ക് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു ക്യാൻസറാണ് എൻഡോമെട്രിയൽ ക്യാൻസർ. അതാണ് ആദ്യം അറിയേണ്ടത്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സംശയമുണ്ട്, ചെറിയ ബ്ലീഡിങ് എന്തെങ്കിലും കണ്ടാൽ ഒരു ഡോക്ടറെ കാണിക്കുക. അപ്പം നമുക്ക് ആ ഒരു ഇനിഷ്യൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ഇനിഷ്യൽ സ്റ്റേജിൽ ഉള്ള ഒരു ബുദ്ധിമുട്ടുകളെ ഉണ്ടാവത്തുള്ളൂ. അതിനുശേഷം നല്ലൊരു റിക്കവറി നമുക്ക് ഈ ഒരു പേഷ്യൻസിനെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം.